ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മിന്നാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ വന്നിട്ടുള്ള രാത്രിയാണ്, അതായത് കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. രാത്രിയാണ് കേട്ടത്. ഇപ്പം എത്ര മണി കഴിഞ്ഞിട്ടൊന്നും അറിയില്ല, കാരണം ആദ്യം ഐശ്വര്യം കിടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന നാരങ്ങ അച്ചാർ. അപ്പോൾ ഇതിൽ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അച്ചാറിടാൻ കിട്ടൂല. നമ്മൾ വീട്ടിൽ കഴിക്കാനും പിന്നെ നമ്മൾ കടയൊക്കെ കൊടുക്കാനൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള കുറച്ച് അലിച്ചില്ലൊരു സാധനം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കൊരു കയ്യിൽ വേണം, പിന്നെ ഒരു ചട്ടി വേണം, പിന്നെ ഇത് മുളകും പൊടിയാണ് ഞങ്ങൾ ഇതിലിട്ടേക്കുന്നതാണ്. മുളകും പൊടി, ഇത് മഞ്ഞൾപ്പൊടി, മുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, നല്ലെണ്ണ, പിന്നെ എന്ത് കടുക്, നാരങ്ങ ഉപ്പിലിട്ടതാണ്. നമുക്ക് മനസ്സിലെ പിന്നെ ഇത് ഉപ്പുണ്ട്, പിന്നെ ഉപ്പുണ്ട്, പിന്നെ അച്ചാർപ്പൊടി, പിക്കിൾ പൗഡറാണ്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കണേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ചൂടാക്കി വെച്ചിട്ട് ചട്ടി. പിന്നെ നമ്മൾ രണ്ട് സാധനങ്ങൾ കാണിക്കാൻ മറന്നു. ഒന്ന് ഇത് നമ്മൾ സുർക്കയാണ്, പിന്നെ ഇത് നമ്മളെ കായം. പിന്നെ അപ്പം നമ്മൾ ഇതിലേക്ക് നല്ലെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുന്നത്. കൂടി നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടുവേ. ഇത് 2-3 ഇട്ട് കൊടുത്തപ്പോൾ ഇത് ചെറുതായി ചൂട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട അപ്പോൾ എല്ലാ കടുകും പൊട്ടിക്കഴിഞ്ഞു. അപ്പം നമ്മൾ അതിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. പിന്നെ പീസാക്കി അരിഞ്ഞ കാട്ടാൻ ഇട്ട് കൊടുക്കുന്നത്. അതാവും അച്ചാറിന് ഒന്നും കൂടി ബെറ്റർ. ചീ 2-3 പ്രാവശ്യം ഇങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അടുത്ത കൊടുക്കാം. ഇത് വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുഞ്ഞു പീസാക്കിയിട്ടാണ് നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് പച്ചമുളകാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇച്ചിരി വെളുപ്പത്തിലാട്ടോ അരിഞ്ഞിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ലേശം കറിവേപ്പില ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഏകദേശം നമ്മളത് ഉണ്ടാക്കാനായി വരുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല മണമുണ്ട്. കറിവേപ്പിലൊക്കെ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുവരെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ല ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ. കൊണ്ട് സെറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് പിക്കിൾ പൗഡർ അല്ലെങ്കിൽ അച്ചാർപ്പൊടി ആട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കൊടുക്കുന്നുണ്ട്. കുറച്ച് നമുക്ക് അധികം ഇട്ട് കൊടുക്കാം, എന്നാലും അട്ടേൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. നമ്മൾ കുറച്ചധികം ഉണ്ടാക്കാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്രക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരിയും കൂടി ഓയിൽ കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അച്ചാർ പൗഡർ ഇടുമ്പോൾ പെട്ടെന്ന് വറ്റി പോകും. പിന്നെ നമ്മൾ മുളക് പൊടി ഒരു കുഞ്ഞ് 2 ടീസ്പൂൺ ഇട്ടിരിക്കുന്നത്, ഒരു കുഞ്ഞ് ടീസ്പൂൺ നമ്മൾ എടുക്കുന്നത്. നന്നായിട്ട് ഇതാക്കാം. നമ്മൾ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പിലിട്ട് ചെറുനാരങ്ങ കേട്ടോ. കുറച്ച് ഉപ്പിലിട്ട് വെച്ചിട്ട് ഉള്ളിട്ടുണ്ട്.
നല്ലൊരു അച്ചാറാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ്. ഇത് തന്നെ ഇതിൻ്റെ ഒരു 100 ഉണ്ടൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ നല്ല മണമാണ്, വെള്ളം വരും. ഈ അച്ചാർ സെറ്റായി കിട്ടാൻ ഭയങ്കര കാത്തിരിപ്പാ. അപ്പോൾ ഞങ്ങളിത് വീട്ടിലേക്ക് അത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ഇടും, പിന്നെ ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾ കടയിൽ കൊടുക്കാനൊക്കെ ഉണ്ടാവട്ടെ. നമ്മൾ ഇതിൽ അത് കടയിൽ കൊടുക്കാനില്ല. നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കും. പിന്നെ നമ്മൾ ചുരുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചതിക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ വറ്റി പോകുന്നുണ്ട്. കുറച്ചധികം വെച്ചെടുക്കാം. ഇച്ചിരി എല്ലായിടത്തും എന്താണ് ഇതിൽ, അതായത് നമ്മൾ എടുത്താള പിന്നെ തന്നെ, അതായത് ഇത്ര ഒരു പാത്രത്തിലാട്ടോ നമ്മൾ ആക്കിയിരിക്കുന്നത്. അതെ, മഞ്ഞൾപ്പൊടി ഒരു കുഞ്ഞൊരു ടീസ്പൂണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞൊരു ടീസ്പൂൺ പകുതി, ഇത് 1.5 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തത്. അതിൻ്റെ കായപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്തതിൻ്റെ അനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ കാണുന്ന അത്ര കിട്ടാൻ നിങ്ങൾ എത്ര എടുത്തെന്ന് അറിയില്ല നമുക്ക്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ല മണം. അപ്പോൾ നമ്മൾ അച്ചാറിൻ്റെ പണികളൊക്കെ കഴിഞ്ഞുള്ള ഒരു പണി പറയുന്നത് തിന്നാന്നുള്ളത്. തിളച്ചല്ല നല്ല മണം വരട്ടെ. അപ്പോഴാണ് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളെ അച്ചാറിങ്ങനെ തിളച്ചിരുന്നിട്ട് നല്ല കളറൊക്കെ, പക്ഷെ നമ്മളങ്ങനെ കളറ് നമ്മൾ ഇടുന്നില്ല കേട്ടോ. ഇതാണ് നമ്മളെ അച്ചാറിൻ്റെ സ്പെഷ്യാലിറ്റി. കെമിക്കലും ചേർക്കാത്ത നമ്മൾ ശുദ്ധമായിട്ടുള്ളതാണ്. പിന്നെ ഈ നമ്മൾ ഫാക്ടറി അല്ലാത്തതുകൊണ്ടാട്ടോ നമുക്ക് ഇത്രത്. പിന്നെ നമ്മൾ കടയൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിൽ അയച്ചിട്ടുണ്ടായിരുന്നു, അച്ചാർ വേണമെങ്കിൽ നമ്പറിൽ വിളിക്കാൻ പറഞ്ഞിട്ട്. എല്ലാ അച്ചാറുണ്ട്. പിന്നെ ബീട്രൂട്ട്, നാരങ്ങ, ബീട്രൂട്ടും പിന്നെ ഈത്തപ്പഴവും കൂട്ടി ആദ്യം ഇട്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇടാറില്ല. കാരണം ഒക്കെ കിട്ടണം, ഈത്തപ്പഴമൊക്കെ കിട്ടണമെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരണം. പിന്നെ ഇവിടെ മേടിക്കുക, പക്ഷെ ഇവിടെ അങ്ങനെ കടയിലൊന്നും അങ്ങനെ കിട്ടില്ല. കുന്നമത്ത് നിന്നൊക്കെ മേടിക്കാറുണ്ട്. 5 കിലോനൊക്കെ ആയിട്ട് മേടിക്കും. ഇത്ര കിലോന് 5 കിലോ മേടിക്കും. കടയിൽ കൊടുക്കാൻ അച്ചാറിട്ടിട്ട് നമ്മൾ ഈത്തപ്പഴമൊക്കെ കൂടുതൽ ഉണ്ടാക്കാൻ നമ്മൾ കടയിൽ കൊടുക്കാനാണ്. അങ്ങനെ വീട്ടിൽ കൊടുക്കാനാണ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ല. കൂടുതൽ ഞങ്ങൾ മാങ്ങ, പിന്നെ വെളുത്തുള്ളി, എന്താണ് നാരങ്ങ, ഈത്തപ്പഴം ചെറുനാരങ്ങ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതലൊക്കെ മാങ്ങ, നാരങ്ങ, വെളുത്തുള്ളി ഒക്കെയാണ്. വെളുത്തുള്ളി, ചെറുനാരങ്ങ, പിന്നെ വെളുത്തുള്ളി ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞുള്ളൂ അല്ലേ? കടയിൽ കൊടുത്തു. നമ്മൾ പിന്നെ കടയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തിള വന്നിട്ടുണ്ട് കേട്ടോ. അച്ചാർ നമ്മൾ റെഡി. കുറച്ച് സാധനങ്ങളുള്ളൂ. ഞാൻ മുൻകൂട്ടി പറയണം. കാരണം നിങ്ങൾക്ക് എന്നാ ഡേറ്റ് വേണ്ടിച്ചെങ്കിൽ 2-3 ദിവസം മുന്നേ പറയണം. കാരണം ഗൾഫിന് കൊണ്ടുപോകാനൊക്കെ ഉമ്മ ഉണ്ടാക്കിയിട്ട് കഴിച്ചതിനും. പിന്നെ ഞങ്ങൾ മുന്നേ അയച്ചുള്ള വീഡിയോയിൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഗൾഫിലൊക്കെ എല്ലായിടത്തും കൊടുത്തയക്കാൻ വെച്ചെങ്കിൽ ആ 2 ആഴ്ച മുന്നേ പറയും. 1 ആഴ്ച 4 ദിവസം മുന്നേ പറയണം. കാരണം നമ്മൾ അവിടെ പോയി മേടിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു സെറ്റായി വരുമ്പോഴത്തേനും കൊടുക്കാനാകുമ്പോഴത്തേനും സെറ്റാവണ്ടേ. അച്ചാർ റെഡി. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു.
അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട ബെല്ലും കൊണ്ട് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും.